ഷാലോം പ്രേക്ഷകർക്ക് ഇടയ ശബ്ദത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാർ ജോസ് കല്ലുവേലിൽ പിതാവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പിതാവിൻ്റെ കാനഡയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ടു. ഇനി തുടർന്ന് പിതാവിൽ നിന്ന് 2 വർഷത്തിന് ശേഷം പിതാവ് ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് നേരിട്ട് പിതാവിൽ നിന്ന് കേൾക്കാം. പിതാവെ, ഇടയ ശബ്ദത്തിലേക്ക് സ്വാഗതം. ജോസഫിനായി കാനഡയിലെത്തിയ ജോസ് പിതാവ് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആ സാഹചര്യത്തെപ്പറ്റി പിതാവിനെ ഷാലോം പ്രേക്ഷകരോട് ഒന്നും വിശദീകരിക്കാൻ പറ്റുമോ? കാനഡയിലെത്തി 2 വർഷം ശുശ്രൂഷകളിൽ വ്യാപൃതനായി മുന്നോട്ട് പോയി. സ്കാർബറോയിൽ പള്ളി വാങ്ങിച്ചു. മിസ്സാഗലിൽ പള്ളി വാങ്ങിക്കുന്നതിനുള്ള പരിശ്രമമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ആ സാഹചര്യത്തിലാണ് എനിക്ക് ഇങ്ങനൊരു കോള് കാനഡത്തിൽ നിന്ന് ആലഞ്ചേരി പിതാവിൽ നിന്ന് വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കെന്ത് യോഗ്യതയുണ്ട്, കാനഡയിൽ എന്ത് സംവിധാനമുണ്ട്, എന്തായാലും ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, ദൈവ ആശ്രയത്തോടെ ഞാൻ ആമേൻ പറയുകയാണ്. അങ്ങനെ എൻ്റെ മെത്രാൻ ശുശ്രൂഷയുടെ ആപ്തവാക്യം എന്താണെന്ന് ചിന്തിച്ചു. അങ്ങനെ എല്ലാം ദൈവമഹത്വത്തിനുള്ള തീരുമാനമെടുത്തു. അപ്പോഴേക്കും മിസ്സാഗയിലുള്ള ബിൽഡിംഗ് വാങ്ങിക്കുവാനുള്ള പ്രോസസ്സൊക്കെ ആയി. ഞാൻ ആ ബിൽഡിംഗ് കാണാൻ വന്നപ്പോൾ എൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു, കമ്മിറ്റഡ് ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്. ഞാനെടുത്ത ആപ്തവാക്യവും ഇതും തമ്മിലുള്ള ബന്ധം. ഞാൻ തീരുമാനിച്ചു, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു കോയിൻസിഡൻസ് അല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്, നത്തിങ് ആക്സിഡൻ്റൽ. പിന്നെ ദിവസങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോയി കാര്യങ്ങൾ നീങ്ങി. സെപ്റ്റംബർ മാസം 6-ാം തീയതി 2015 അന്നാണ് ഔദ്യോഗികമായ അനുമോത്സവം നടക്കുന്നത്. സെപ്റ്റംബർ 19-ാം തീയതി ഔദ്യോഗികമായ ഉദ്ഘാടനവും മെത്രാഭിഷേക കർമ്മവും നടക്കുന്നു. അങ്ങനെ ചുമതല ദൈവം എന്നെ ഏൽപ്പിച്ചു. അന്നു മുതൽ ദൈവത്തെയും കൊണ്ട് ഞാൻ യാത്ര തുടർന്നു. പരിശുദ്ധി അമ്മ ഉണ്ണിയേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ കാണാൻ പോയതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആ ശക്തൻ്റെ ശക്തി മാത്രമേ എനിക്കുള്ളൂ. ഇനി മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങി എന്നെ സഹായിക്കാൻ ദൈവനാമത്തിൽ തന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയുമോ എന്നറിഞ്ഞുകൂടാ, എൻ്റെ 1 വർഷത്തെ മിഷനറി യാത്ര മുഴുവൻ സ്പോൺസർ ചെയ്തത് ഒരു വ്യക്തിയാണ്. ഇതുപോലെ പലരുടെയും സഹായത്തോടു കൂടി മുന്നോട്ട് നീങ്ങി. ആദ്യത്തെ ചിലവുകൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തുച്ഛമായുണ്ടായിരുന്ന ഒരു തുക ഉപയോഗിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. ഞാൻ പറയുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചു, മറ്റുള്ളവർ സഹായിച്ചു, അങ്ങനെ ദൈവം വളർത്തി. കഴിഞ്ഞ 3 വർഷത്തിൽ ഞാൻ ഊന്നൽ കൊടുത്തത് ടു റീച്ച് ഔട്ട് ദി സ്കാറ്റേഡ് ആൻഡ് സ്ട്രെങ്തൻ ദി ഗാദേഡ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം 24 അച്ഛന്മാരെ ദൈവം തന്നു. 12 സിസ്റ്റേഴ്സിനെ നൽകി, 6 സെമിനാരിക്കാരെ നൽകി. അവിടെ നമുക്ക് 51 സെൻറ്റേഴ്സ് തുടങ്ങാൻ ദൈവം അവസരം നൽകി. 4 പള്ളികളിൽ നിന്ന് സ്വന്തമായിട്ട് കിട്ടി. ഇതെല്ലാം ദൈവമഹത്വം തന്നെയാണ്. ആ ദൈവത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ എല്ലായിടയിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാലും പിതാവെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി ഈ 3 വർഷം പൂർത്തിയാക്കി 4-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയത്ത് പിതാവിന് ഇതിനെക്കുറിച്ചുള്ള സ്വപ്നവും അല്ലെങ്കിൽ ഒരു കർമ്മ പദ്ധതികളും ഉണ്ടായിരിക്കുമല്ലോ. അതിനെപ്പറ്റി അല്ല, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനെ പറ്റി പിതാവ് ഒന്ന് വിശദീകരിച്ചാൽ. 3 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ 4-ാം വർഷത്തിൽ ഒരു 10 പരിപാടികൾ നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ കൗൺസിലും പ്രസ്ബിറ്ററൽ മീറ്റിങ്ങിലുമൊക്കെ ചിന്തിച്ച് തീരുമാനിച്ചതനുസരിച്ച് ഒരു 10 പരിപാടി. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് കുടുംബ പ്രേക്ഷിതത്വത്തിന് തന്നെ. കുടുംബം ഒരു ഗാർഹിക ദേവാലയമാണ് എന്നുള്ള ആ ശക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തെ ആ ഒരു ദേവാലയ തുല്യം വളർത്തിയെടുക്കുവാൻ, ഇന്നത്തെ കാനഡയുടെ പ്രത്യേക പശ്ചാത്തലത്തിലെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ആ തിന്മകളിൽ നിന്നെല്ലാം കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അതായത് ഫാമിലി അപ്പസ്തോലേറ്റ്. തീർച്ചയായും അതിന് നേതൃത്വം കൊടുക്കാൻ ആരെയാണ് പിതാവ് മനസ്സിൽ കണ്ടിരിക്കുന്നതല്ല? ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്
ആണ് അതിൻ്റെ ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഉള്ളത്. അവരോടൊപ്പം തന്നെ 2 അൽമായ സഹോദരങ്ങളെയും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അങ്ങനെ സിസ്റ്റേഴ്സും അൽമായരും ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം ഊന്നൽ കൊടുക്കുന്നു. ആ ഫാമിലി അപ്പോസ്റ്റലേറ്റിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് ഒന്ന് മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ്, അത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. രണ്ടാമത് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ പോസ്റ്റ് മാരേജ് കോഴ്സുകൾ, അതായത് കപ്പിൾസ് റിട്രീറ്റ്, അതെ, ന്യൂ കപ്പിൾസ്, ഫാമിലി വിത്ത് യങ് കിഡ്സ്, ഫാമിലി വിത്ത് അഡോളസൻസ്, ഫാമിലി വിത്ത് യങ് അഡൽസ് ആൻഡ് ഫാമിലീസ് ഇൻ ലേറ്റർ ലൈഫ്. അങ്ങനെ വ്യത്യസ്ത സെക്ഷനിലായി തിരിഞ്ഞുകൊണ്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കർമ്മപദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അത് ഏത് രീതിയിൽ പിതാവ് പ്ലാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചിട്ടുണ്ട്? റെഗുലർ കാറ്റഗിസം തീർച്ചയായിട്ടും നമ്മുടെ എക്സാർക്കേറ്റിൻ്റെ മുഖ്യധാരയിൽ തന്നെ ആദ്യം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അടുത്ത 1 വർഷത്തേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ ഭക്ത സംഘടനയാണ്. കാരണം ഞാൻ ഈ കാനഡ മുഴുവൻ യാത്ര ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഈ 51 സെൻറ്റേഴ്സിലെ ഭൂരിഭാഗം സ്ഥലത്തും ഒരു 7ാം ക്ലാസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അതിൽ തന്നെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിശ്വാസ പരിശീലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് മുളയിലെ വളമിട്ട് കൊടുത്താൽ അത് വളർന്ന് പന്തലിച്ച് വിശ്വാസത്തിൽ വളരും. ആ ദർശനമാണ് പിതാവ് ഉൾക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രഭാഷകൻ പറയുന്ന പോലെ ശൈശവത്തിൽ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഭക്തസംഘടന നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജീസസ് കിഡ്സ്, JKSK കുട്ടികൾ, അതിനുശേഷം ഹോളി ചൈൽഡ്ഹുഡ്, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹോളി ചൈൽഡ്ഹുഡ് ഗ്രേഡ് 7 വരെയുള്ളവർ. ഇവരാണ് നമ്മുടെ കാറ്റഗിസം സ്റ്റുഡൻസിൽ ഭൂരിപക്ഷവും. അപ്പോൾ ഇവരെ ചെറുപ്പം മുതലേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാറ്റഗിസം കൊടുത്ത് വിശ്വാസത്തിൽ വളർത്തി സനാതന മൂല്യങ്ങളിൽ വളർത്തി കൊണ്ടുവരുമ്പോൾ ആ കുടുംബ പ്രേക്ഷിതത്തിന് ഇവിടെ തിളക്കമേറുകയാണ്. മൂന്നാമതായി നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് യുവജന പ്രേക്ഷിതത്തിനാണ്. ഇവിടെ SMIM ഉണ്ട്, സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ്, ജീസസ് യൂത്ത് ഉണ്ട്. SMIM തന്നെ നാഷണൽ യൂത്ത് ഉണ്ട്, ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കാനഡ, ദെൻ ഇൻ്റർനാഷണൽ യൂത്ത് ഉണ്ട്. ഇവർ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, യുണീക്കാണ്. ദർ നീഡ്സ് ആർ യുണീക്ക്. അവർ പാസ്റ്റർ റെസ്പോൺസിബിലിറ്റി ഇസ് ഓൾസോ യുണീക്ക്. അതുകൊണ്ട് ഇവരെ മാക്സിമം കെയർ കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം നാഷണൽ യൂത്ത് എന്ന് പറയുമ്പോൾ പേരൻസിൻ്റെ ഏറ്റവും വലിയ ടെൻഷനാണ്. നമ്മൾ കുടുംബ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ആ കുടുംബത്തോടൊപ്പം ആ കുടുംബ മൂല്യങ്ങളിൽ ഈ മക്കളെ ഉറച്ചു നിർത്തുക, ഇവർക്കിന്നുണ്ടാകുന്ന ടെൻഷനിൽ ഇവരെ സഹായിക്കുക നമ്മുടെ ഏറ്റവും വലിയ രാജപാലന ദൗത്യമാണ്. ആസ് എ മദർ വി ഹാവ് ടു മേഴ്സിഫുള്ളി അക്കമ്പനി ദിസ് യൂത്ത്. ഇനി ഇൻ്റർനാഷണൽ യൂത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, കേരളത്തിലെ ആ ചിട്ടയോടെ വളർന്നു വന്ന ആ സാഹചര്യത്തിൽ നിന്ന് കനേഡിയൻ ഫ്രീ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കൾച്ചറൽ ഷോക്കാണ് ഉണ്ടാകുന്നത്. ഈ ഷോക്കിൽപ്പെട്ട് കഴിഞ്ഞ വർഷം 3 മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർത്താവ് പറഞ്ഞതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചുപോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. മത്തായി 18:14 നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ സോഷ്യൽ സർവീസിൻ്റെയും ഈ യൂത്ത് അപ്പോസ്റ്റലിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇവർ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ അവർക്ക് ഫ്രീ സ്വാതന്ത്ര്യം കിട്ടി. അപ്പം ആരെയും പേടിക്കേണ്ട, പുതിയ കൾച്ചറുമായിട്ട് ഒരു കൂട്ടായ്മയല്ല, ഒരു കെട്ടിടക്കില്ലാതെ ചിതറി ജീവിക്കുകയും അവരെ ഒന്നിച്ച് വിശ്വാസത്തിലും ശക്തിപ്പെടുത്താനും പിതാവ് ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക, താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക, അവരെ റീച്ച് ഔട്ട് ചെയ്ത് അവരെ സ്ട്രെങ്തൻ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ സോഷ്യൽ സർവീസിൻ്റെയും യൂത്ത് അപ്പോസ്റ്റലിൻ്റെയും കൂടെ നേതൃത്വത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ സർവീസിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ വളരെ കൂടുതൽ അഭിമാനമുള്ളത് അൽമായർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണത്. കേരളത്തിൽ നിന്ന് വിഭിന്നമായ ഒരു സംവിധാനം. 6 മാസമേ ആൾ തുടങ്ങിയിട്ട്. ഇവിടുത്തെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ അൽമായ സഹോദരങ്ങൾ ഈ സോഷ്യൽ സർവീസിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഫാമിലീസ്, ന്യൂ ഇമിഗ്രൻ്റ് ഫാമിലീസ്, ഇൻ്റർനാഷണൽ യൂത്ത്, ദെൻ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റി ഇൻ ജനറൽ,
ദെൻ സീനിയേഴ്സ്, ഇങ്ങനെ 4 സെക്ഷൻ തിരിഞ്ഞ് സോഷ്യൽ സർവീസ് വളരെ ശക്തമായ വിധത്തിൽ ഇന്ന് പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. ഇനി അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് ഫാമിലി യൂണിറ്റ്, കുടുംബ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇന്ന് ചെറിയ ചെറിയ ഇടവകളിൽ പോലും അച്ഛന്മാർ പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തമായ ചിട്ടയോടുകൂടി കുടുംബ കൂട്ടായ്മകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതൊരു അഡൽട്ട് കാറ്റീസം കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ കാറ്റീസത്തെക്കുറിച്ച് പറഞ്ഞു, യൂത്തിൻ്റെ കാറ്റീസം പറഞ്ഞു, ഇനി ഫാമിലി കാറ്റീസമാണ് ഈ ഫാമിലി യൂണിറ്റിലൂടെ നടക്കേണ്ടത്. അതിനുവേണ്ടി 2 അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഈസ്റ്റേൺ കാനഡ, വെസ്റ്റേൺ കാനഡയുടെ അതിൽ വ്യക്തമായ രൂപപദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫാമിലി യൂണിറ്റ് നമ്മുടെ പള്ളിയുടെ അടിസ്ഥാനമാണ്, ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഒരു ബാക്ക് ബോണാണ്. തീർച്ചയായിട്ടും. അടുത്ത മുൻഗണന എന്ന് പറയുന്നത് ദൈവവിളി പ്രോത്സാഹനമാണ്. അത് ഏതൊക്കെ രീതിയിൽ കാനഡയിൽ ചെയ്യാൻ പറ്റും? നാട്ടിൽ പെട്ടെന്ന് ഫാമിലി വീട്ടിൽ നിന്നുണ്ടാകാം, മറ്റുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകാം. ഇവിടെ അത് ചലഞ്ചിങ് ആണോ അല്ലെങ്കിൽ എളുപ്പം വേറെ രീതിയിൽ എളുപ്പമാക്കാൻ പറ്റുമോ? കാനഡയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരാളെ ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും കാനഡയിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം in order to render an effective pastor care to this Canadian society, we need priests from this soil itself. ഇവിടുത്തെ കൾച്ചർ അറിയാവുന്ന, ഈ കൾച്ചറിൽ ജനിച്ചു വളർന്നു വന്ന കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് കിട്ടണം. അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ അത് കുറച്ച് കാലതാമസം എടുത്തേക്കാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും ഒക്കേഷൻസ് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 6 സെമിനാരിക്കാർ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ റോമിലും 5 പേര് കേരളത്തിലുമായിട്ട്. കേരളത്തിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചെടുത്ത ഏതെങ്കിലും വൈദികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ, സേവനം ചെയ്യുന്നുണ്ടോ? ഒരു വൈദികൻ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ അഭിമാനമുണ്ട്. ഞാൻ തന്നെ പട്ടം കൊടുത്ത ആളാണ്. അദ്ദേഹം ഇന്ന് വളരെ വിജയപ്രദമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2ാം വർഷ ശുശ്രൂഷയിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. ഇന്ന് സ്കാർബ്രോ പള്ളിയിൽ റവറൻഡ് ഫാദർ ഡാരിയസ് മൂലയിൽ. പിതാവ് ഇതുവരെ ഷെയർ ചെയ്ത 6 പോയിന്റുകളിലൂടെ വിശ്വാസത്തിനൊരു അടിത്തറയിട്ടതായിട്ട് മനസ്സിലാക്കുന്നു. ഇതിനെ ശക്തിപ്പെടുത്തുവാൻ ഇനി എന്തെങ്കിലും കർമ്മപദ്ധതികൾ പിതാവിൻ്റെ മനസ്സിലുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ഒരു ഓൺഗോയിങ് ഫെയ്ത്ത് ഫോർമേഷനാണ് നമ്മളുടെ അടിസ്ഥാന ശൈലി, ആധ്യാത്മിക ശുശ്രൂഷയുടെ ശൈലി. ആ ഓൺഗോയിങ് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ധ്യാന പരിപാടികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിന്നാണ് പലപ്പോഴും ധ്യാന ടീമുകൾ വന്ന് ഇവിടെ ധ്യാനങ്ങൾ നടത്തുന്നത്. അത് വലിയ ഇടവകളിൽ സാധിക്കും. പക്ഷേ ചെറിയ ഇടവകൾ, നമുക്ക് ഭൂരിഭാഗം ഇടവകളും വളരെ ചെറുതാണ്, അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലത്തിൽ തന്നെ ഒരു ധ്യാന ടീം, ഒരു സെൻട്രൽ റിട്രീറ്റ് ടീം രൂപീകരിക്കുക എന്നുള്ളതാണ്. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള പരിശീലന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഔട്ട്റീച്ച് പ്രോഗ്രാം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും ചെറിയ പണപരമായിട്ട് ധ്യാന ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ സാധിക്കാത്തവർക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുത്ത് അവരെ പരിശീലിപ്പിക്കുക, പിന്നെ വിശ്വാസത്തിൽ വളർത്തുക. ആ പദ്ധതി പിതാവ് പ്ലാനിട്ട് പോവുകയാണ് മുന്നോട്ട്. അതെ, തീർച്ചയായിട്ടും. പിതാവ് ഇപ്പോൾ പറഞ്ഞ ആശയം, അതായത് സെൻട്രൽ റിട്രീറ്റ് ടീം വളരെ ഒരു നല്ല ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിലുപരിയായിട്ട് എന്തെങ്കിലും ഇതുപോലെ ശക്തിപ്പെടുത്താനുള്ള കർമ്മപദ്ധതികൾ പിതാവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഷെപ്പേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ മിഷണറി ആണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ചിതറിക്കിടക്കുന്ന ദൈവജനത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തങ്ങളും വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിലേക്ക് വന്നവർ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു ഫെല്ലോഷിപ്പ്. ആ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ റീച്ച് ഔട്ട് ദി സ്കാറ്റേഡ് ആൻഡ് സ്ട്രെങ്തൻ ദി ഗ്യാതേഡ്. അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ഒരു ആധ്യാത്മിക വശമുണ്ട്, മറ്റൊന്നൊരു ഭൗതിക വശമുണ്ട്. ആധ്യാത്മിക വശം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ, സ്പിരിച്വൽ സപ്പോർട്ടിലൂടെ, പ്രെയർ സപ്പോർട്ടിലൂടെ ഇത് അംഗങ്ങളായവർ സഹായിക്കുന്നു. ഇവർ കൂടുതൽ മറ്റുള്ള അംഗങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കുന്നു. മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ഈ തവണത്തെ മിഷൻ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഐ ആം എ മിഷൻ. അച്ഛൻ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു മിഷണറിയാണ്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് സഹായിക്കേണ്ട എൻ്റെ കടമയാണ്. 2ാമത്തേത് സാമ്പത്തിക സ്വയം പര്യാപ്തിയിലേക്ക് എത്തിച്ച് കൊച്ചു മിഷൻ സെൻറ്റേഴ്സിലെ മിഷൻ പ്രവർത്തനത്തെ സഹായിക്കുവാൻ എനിക്ക് കടമയുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് കൂടി ഇവർ മുന്നോട്ട് വരികയാണ്. ഇവരുദ്ദേശിക്കുന്നത് തങ്ങളെ കൊണ്ടാവുന്നത്
$1 a day സേവ്സ് എ സോൾ. ആ ഒരു സിമ്പിൾ പ്രിൻസിപ്പിളായിരിക്കും, പക്ഷേ വലിയ ലക്ഷ്യമുണ്ട്. അങ്ങനെ ആ ബോധ്യത്തിലേക്ക് വന്നവരെ ഒരുമിച്ച് കൂടുന്നു, അവരൊരു ഫെല്ലോഷിപ്പ് ആകുന്നു. അങ്ങനെ ഒരു ആത്മീയ മുന്നേറ്റം, അതോടൊപ്പം തന്നെ ഒരു റോഡ് ടു സസ്റ്റനൻസ്, രൂപതയെ ഒരു സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം. അതിലുപരിയായിട്ട് ജനങ്ങൾക്ക് തോന്നും ഇത് ഞങ്ങളുടെയും കൂടെയാണ്. അവർ പാർട്ട്ണർഷിപ്പ് ആവും, ഓണർഷിപ്പ് അവർ നേടിയെടുക്കും. മിഷണറി ആയിട്ട് പോയി സേവനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെയും ചെറിയ ചെറിയ സഹായത്തിലൂടെയും ഇതിനെ വളർത്തി ഒരു മിഷണറിമാരായി മാറും. അതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. തീർച്ചയായും ശരിയാണ്. ഇത് ഒരു ഗ്രാജ്വൽ ഗ്രോത്താണ്. ഒരു 3 തലത്തിലാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഈ കൺവിക്ഷനുള്ള ഏതാനും ചില ലീഡേഴ്സിനെ കണ്ടെത്തുന്നു. ആ ലീഡേഴ്സ് 1-on-1 കോണ്ടാക്റ്റ്, അതിലൂടെ കുറച്ച് നല്ല മിഷണറിമാരെ കണ്ടെത്തുന്നു. അടുത്ത സ്റ്റേജ് ഡോർ ടു ഡോർ, അവിടെ വീണ്ടും അംഗങ്ങൾ കൂടുകയാണെന്ന്. ഈ മിഷണറിമാരുടെ എണ്ണം കൂടി ഡോർ ടു ഡോർ അവിടെ പോകുന്നു. 3ാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും മാസീവ് ക്യാമ്പയിനാണ്. എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജാതി, മത, വർണ്ണ, വർഗം വ്യത്യാസമില്ലാതെ, നാഷണാലിറ്റി ഡിഫറൻസ് ഇല്ലാതെ, കളർ വ്യത്യാസമില്ലാതെ എല്ലാവരെയും. കാരണം നമ്മുടെ 3ാമത്തെ എക്സാർക്കൽ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഫോർട്ടിഫൈ എവാഞ്ചലൈസേഷൻ. ആ എവാഞ്ചലൈസേഷനിൽ നയിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഈ ഫെല്ലോഷിപ്പിനെ വളർത്തിക്കൊണ്ടുപോവുക. ഷെപ്പേഴ്സ് ഓഫ് ഫെയ്ത്ത് എല്ലാവരും ഇടയന്മാരാണ്, വിശ്വാസത്തിൻ്റെ ഇടയന്മാരാണ്. ആ ബോധ്യത്തിലേക്ക് വളരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതായത് പണ്ട് നാട്ടിലേക്ക് ഇവിടുന്ന് മിഷണറിമാർ വന്ന് നമ്മളെ വിശ്വാസത്തിൽ വളർത്തി, ഇപ്പോൾ തിരിച്ച് നമ്മൾ ഈ നാട്ടിൽ മിഷണറിമാരായി വന്ന് ഇവിടെ വിശ്വാസം ഊട്ടി വളർത്താൻ ശ്രമിക്കുന്നു. കറക്റ്റ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് കനകം തേടി വന്നവർ മാത്രമല്ല, വിശ്വാസം പ്രചരിപ്പിക്കാൻ വന്നവരാണെന്ന് ബോധ്യത്തിൽ നിന്നുകൊണ്ട്. 9ാമതായി നമ്മുടെ സോഷ്യൽ സർവീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കുക. ന്യൂ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ വേണം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സീനിയേഴ്സ് ഒരു മേജർ കാറ്റഗറി ആയിട്ട് ഇന്ന് ചില ഇടവകളിലെങ്കിലും വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ടൊറോണ്ടോ, എഡ്മണ്ടൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർക്ക് ഏറെ ഇന്ന് നമ്മൾ അവരിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങിയാലേ 5 വർഷം കഴിയുമ്പോൾ അവർക്ക് അതെന്തെങ്കിലും പ്രായോഗികമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നാടും വീടും വിട്ട് ഇവിടെ വന്ന് നമ്മളുടെ മുതിർന്ന തലമുറയെ സംരക്ഷിക്കേണ്ടതും അവർക്ക് കാലോചിതമായ വിധത്തിൽ ഉചിതമായ വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്തു കൊടുക്കേണ്ടതും ഉത്തരവാദിത്വമായിട്ട് മനസ്സിലാക്കുകയാണ്. അവസാനമായി നമുക്കറിയാവുന്നതുപോലെ കാനഡയിലെ ശുശ്രൂഷകളെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ 2 റീജിയനായി തിരിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റേൺ കാനഡയിലാണ് ഇത്രയും നാൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി വെസ്റ്റേൺ കാനഡ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഇതുപോലുള്ള ശുശ്രൂഷകളെ കൂടുതൽ ത്വരിതപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിനും ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും നാളും നയിച്ച ദൈവം ഇനിയും നമ്മയെല്ലാം സമൃദ്ധമായി മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുവരെയും പിതാവിനെയും ഈ രൂപതയും നല്ലവനായ ദൈവം നടത്തുകയും കൈപിടിച്ച് കോർത്ത് മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ആ നല്ലവനായ ദൈവം പിതാവിൻ്റെ ഭാവിയിലേക്കുള്ള കർമ്മപദ്ധതികൾക്ക് ശക്തി തരികയും പിതാവിനെ ആടുകളുടെ മണമറിയുന്ന നല്ലൊരിടയനായി ഉയർത്തുകയും വളർത്തുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു.